ഭാഗവതം സ്കന്ധം 11 അധ്യായം 27 മുതൽ 30. 30ന്റെ കുറച്ച് ഭാഗമേ ഉള്ളൂ. കഴിഞ്ഞതിൽ നമ്മൾ കണ്ടത് വേദവ്യാസൻ മഹാഭാഗവതത്തിലൂടെ നമ്മളെ എവിടെയാ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? പ്രളയത്തിന്റെ മുമ്പിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അത് ദ്വാരക വെള്ളത്തിൽ മുങ്ങാൻ പോവുകയാണ്. യാദവകുലം നശിക്കുവാൻ പോവുകയാണ്. എന്താണ് യാദവകുലം? കൃഷ്ണൻ ഒരു നല്ല വ്യവസ്ഥിതി ദ്വാരകയിൽ സ്ഥാപിക്കുന്നു. എന്താണത്? വസുദേവ കുടുംബം. ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ എല്ലാവരും ജീവിക്കുക. അവിടെ എന്തില്ല? ഉച്ചനീതത്വങ്ങളില്ല, ചൂതുകളിയൊന്നുമില്ല, ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ എന്ന് പറയുമ്പോൾ അവിടെ ജാതി മതങ്ങളൊന്നും ഇല്ല, ഉച്ചനീതത്വങ്ങളൊന്നുമില്ല. ആ ഒരു വ്യവസ്ഥ, അതിനെ വേണമെങ്കിൽ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി എന്ന് പറയാം. അതാണ് ആദ്യം ദ്വാരകയിലാണ് സ്ഥാപിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ മറ്റുള്ള ദേശങ്ങളിൽ അതിനാണ് ഇന്ദ്രപ്രസ്ഥമായി ചിത്രീകരിച്ചത്. ഇന്ദ്രപ്രസ്ഥത്തിലെല്ലാം സ്ഥാപിച്ചു. അപ്പൊ ആദ്യം അതാണ് ബ്രഹ്മം വിഭാവനം ചെയ്യുന്നത്. ബ്രഹ്മം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത്, ഇലക്ട്രോൺ പ്രോട്ടോൺ എല്ലാം ഉണ്ടായത്, അതാണ് ബ്രഹ്മം. അപ്പൊ ബ്രഹ്മം 4 യുഗങ്ങളിലൂടെ, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ 4 യുഗങ്ങളിലൂടെ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് അതിലൂടെ അതെല്ലാം നിയന്ത്രിക്കുന്ന അത് തന്നെയാണ്. നല്ലൊരു യുഗം ഉണ്ടാക്കിയെടുക്കുന്നു, വസുദേവ കുടുംബം. അതിന്റെ ശേഷം എന്ത് ചെയ്യും? അതിനെ തച്ചുടച്ചിട്ട് ആദ്യം ഒന്നേന്ന് ഉണ്ടാക്കും. ഇതാണ് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് വേദം പറയുന്നത്. അപ്പോൾ ആ യാദവകുലത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ നശിപ്പിക്കുന്നതിന് എപ്പോഴും ഒരു കാരണം പറയണല്ലോ, വെറുതെ നശിപ്പിക്കുന്ന മോശമല്ലേ. അതുകൊണ്ട് എന്ത് പറയുന്നു? ആ വ്യവസ്ഥിതിയുടെ ദോഷവും പറയുകയാണ്. യാദവ വംശത്തിൽ എല്ലാവരും തുല്യമാകുമ്പോൾ എന്ത് പറ്റും? ആള് പരസ്പരം ബഹുമാനിക്കില്ല. ആ ദൂഷ്യം പറയാണ്. അതുകൊണ്ടാണ് പ്രളയം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല. ആ വ്യവസ്ഥിതിയുടെ ദോഷവും കൂടിയും വേദവ്യാസം സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയുടെ കുഴപ്പമാണ്. അവസാനം മനുഷ്യരെല്ലാം തുല്യമാകുമ്പോൾ ആരും ആരെയും ബഹുമാനിക്കില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതും കൂടി വേദവ്യാസത്തിന് പക്ഷമൊന്നുമില്ല. അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പ്രളയം വരുമ്പോൾ ബ്രഹ്മമാണ് ഇതിന്റെ പിന്നിൽ. അപ്പം ബ്രഹ്മത്തിന്റെ സത്യങ്ങളെല്ലാം ആദ്യം ജനത്തോട് പറയുകയാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം മുക്തി കിടാൻ വേണ്ടിയുള്ള ഒരു വഴിയുണ്ട്. അതാണ് ബ്രഹ്മസാക്ഷാത്കാരം. അതിനെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം ഉദ്ധവരോടാണ് പറയുന്നത്. അപ്പൊ ഉദ്ധവർ ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണ്? ഏറ്റവും ജ്ഞാനം നേടിയ ആൾക്കാർ. അതായത് ബ്രാഹ്മണരെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രലോകം എന്ന് പറയും. ശാസ്ത്രലോകമാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുക. അവസാനം നമുക്കറിയാലോ, ബ്രഹ്മത്തിന്റെ എല്ലാ ശക്തിവിശേഷം എന്താണെന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. എന്തുകൊണ്ട്? ഇപ്പം അറിയില്ല. ശാസ്ത്രലോകത്തിന് അത് മനസ്സിലാക്കുമ്പോൾ, അത് കണ്ടെത്തുമ്പോൾ മനസ്സിലാകും അതിന്റെ ശക്തി. ഒരു ഉദാഹരണത്തിന് ഇപ്പം പ്രളയം ഉണ്ടാകുമ്പോൾ വലിയ ഇടിയും മിന്നലും മഴയെല്ലാം ഉള്ളത്. ഈ ഇടിയും മിന്നലും ഇതിന്റെ പിന്നിലുള്ള എന്താണ്? ഇലക്ട്രോണാണ്, ചാർജുകളാണ്. ആ ചാർജുകളാണ് ഇതെല്ലാം ഉണ്ടാക്കുന്ന, മഴ പെയ്യിപ്പിക്കുന്ന. മഴയുടെ പിന്നിലും ഇലക്ട്രോണിന്റെ ആക്ഷനാണ്. കെമിസ്ട്രി പറഞ്ഞവർക്കറിയാം, പഠിച്ചവർക്കറിയാം. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ആക്ടിവിറ്റി ഇലക്ട്രോണും പ്രോട്ടോണും ചാർജും തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതേതിൽ നിന്നാണ് ഉണ്ടായ ശാസ്ത്രലോകം അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്ന സാധനമാണ് ഈ ബ്രഹ്മം. ആ ബ്രഹ്മമാണ് പ്രപഞ്ചമെല്ലാം ആയത്, നാമായി മാറിയത്, നമ്മിൽ കിടന്ന് നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് അത് എങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്? ലോകം ഇങ്ങനെ പോകണമെന്നും അത് തീരുമാനിച്ചിട്ടുണ്ട്. വേറെ ആർക്കും അത് മാറ്റാൻ പറ്റില്ല. അവസാനം ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി, വസുദേവ കുടുംബം തന്നെ. ഈ സത്യം തിരിച്ചറിയുന്ന ശാസ്ത്രലോകത്തിന്, അല്ലെ ശാസ്ത്രജ്ഞർക്ക്, അല്ലെ ഉദ്ധവർ, കഥയിൽ ഉദ്ധവർക്ക്, അല്ലെ ബ്രാഹ്മണർക്ക് എന്തറിയാം? നാളെ പ്രളയം നടക്കും, എന്തെല്ലാം സംഭവിക്കുന്നത്. അതാണ് ഇപ്പം പ്രളയം നടക്കുമ്പോൾ പറയും, എന്ത് ചെയ്യും? നിങ്ങളെല്ലാം വല്ല ഉയർന്ന സ്ഥലത്തേക്ക് കയറി രക്ഷപ്പെട്ടോ എന്ന് ശാസ്ത്രലോകം പറയും. അത് തന്നെയാണ് കൃഷ്ണന് ഉദ്ധവരോട് ഉപദേശിക്കാൻ പോകുന്നത്. എന്ത് ചെയ്യണമെന്ന്, ഇങ്ങനത്തെ ഒരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ഉപദേശിക്കും, ഭരണകർത്താക്കൾ ഉപദേശിക്കും. എന്ത്? പ്രളയം നടക്കുമ്പോൾ ജനം ഇന്നെല്ലാം ചെയ്യണമെന്ന്. അതുപോലെ കൃഷ്ണനും കാലവും ഇവിടെ ഉപദേശിക്കുന്നതായിട്ട് കണ്ടാൽ മതി. എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഉദ്ധവരാണ് ആദ്യം വന്നിട്ട്, ഉദ്ധവർക്കാണല്ലോ ആദ്യം തിരിച്ചറിയാം. ബുദ്ധിയുള്ളവര്, ശാസ്ത്രലോകം അല്ലെങ്കിൽ ബ്രാഹ്മണർ ആണ് മനസ്സിലാവുക പ്രളയം വരാൻ പോകുന്നു, ഇന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പം കാലമാവുന്ന കൃഷ്ണനോട് ചോദിക്കുകയാണ്, ഞാൻ കൂടെ വന്നോട്ടെ എന്ന്. എളുപ്പത്തിൽ രക്ഷപ്പെടാം. അതൊന്നും പറ്റില്ല, നീ നിന്റെ വഴിയിൽ രക്ഷപ്പെട്ടോ എന്നാണ് പറയുന്നത്. എന്താ ചെയ്യുന്നത്? ഉദ്ധവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ് എന്താ വേണ്ടതെന്ന്. നോക്കാം.
ഏതെങ്കിലും അദ്ദേഹത്തോട് പോയി നിൽക്കാൻ പറയുന്നത് ബദ്രികാശ്രമത്തിലാണ്. നമ്മൾ ഈ കാണുന്ന ഇവിടെ ഒരു ബദ്രികാശ്രമം ഉണ്ട്, അതൊന്നുമല്ല. പുരാണങ്ങളിൽ കഥകളിൽ ഓരോ കഥയും ഓരോ ദേശവുമായിട്ട് അറ്റാച്ച് ചെയ്ത് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല. ഇത് ഭദ്രമായ സ്ഥലം, വേണമെങ്കിൽ ഭദ്രമായ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് പോയി നിൽക്കുക എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ എങ്ങനെ വസിക്കണം? അവിടെ ഒരമ്പലം ഉണ്ടാക്കിയിട്ട് പറ്റുമെങ്കിൽ, അതായത് മുൻകൂട്ടി ഇതെല്ലാം കണ്ടെത്തിയിട്ട് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ, കാരണം പ്രളയം വരുന്നതിന്റെ തലേന്ന് ഓടാൻ പറ്റൂലല്ലോ, കുറെ മുൻകൂട്ടിയിട്ട് ഓടണ്ടേ. അപ്പൊ അവിടെ പോയിട്ട് സുരക്ഷിതമായ സ്ഥലം കെട്ടിട്ട് ഒരു ക്ഷേത്രം പണിതിട്ട് അതിൻ്റെ അകത്ത് പറ്റുമെങ്കിൽ ഒരു വിഗ്രഹം സ്ഥാപിക്കുക. അത് സ്ഥിര വിഗ്രഹമായിരിക്കും. അതിന് പിന്നെ വേറെ ആവാഹന ക്രിയകളൊന്നും വേണ്ട. അതല്ലെങ്കിൽ, അതായത് പറ്റുമൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് ഇരുന്നോന്നാ പറയുന്നത്. അവിടെ ഒരു ബിംബത്തെ വെച്ചുകൊണ്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിലൂടെ സയൻസാണ് പറയാൻ പോകുന്നത്. എന്നിട്ട് അല്ലെങ്കിൽ എന്ത് വേണം? ഒരു ബിംബം ഉണ്ടാക്കണം. ഒരു ബിംബം വേണമെന്ന് പറയുകയാണ്. എന്താണ് ബിംബം? ഏതിനെ കൊണ്ടുണ്ടാക്കാം? അപ്പൊ ബിംബം എന്ന് പറയുമ്പോഴും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇതിനു മുമ്പിൽ ബിംബാരാധനയെ പറ്റി കൃഷ്ണൻ എതിർത്തിട്ടുണ്ട്. എന്നെ എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടിയിട്ട് ആ ബിംബത്തില് ദൈവമുണ്ട്, ഈശ്വരനുണ്ട് എന്ന് ചിന്തിക്കുന്നവര് യഥാർത്ഥത്തില് എന്താണ്, ഗോവർ കഴുതകളാണെന്നുള്ള കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ബിംബാരാധന പറയാൻ പോകുന്നത്? കാരണം മനുഷ്യന് ഇത്തരം പ്രളയം വരുമ്പോഴാണ് ഈ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അമ്പലം ഉണ്ടാക്കിയിട്ട് അവിടെ തങ്ങാൻ പറയുന്നത്. പ്രളയ സമയത്ത് നമുക്ക് പിന്നെ എന്തേ പറ്റൂ? ഏതെങ്കിലും ഒന്നിൽ വിശ്വാസം അർപ്പിക്കണം. ഏതിലാണ് വിശ്വാസം അർപ്പിക്കേണ്ടത്? ഏതിലാണ് അർപ്പിക്കേണ്ടത്? ഈ ബ്രഹ്മത്തിൽ തന്നെ വിശ്വാസം അർപ്പിക്കണം. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മമായാണ്. അത് കണ്ടുകൊണ്ട്, പക്ഷെ അങ്ങനെ വിശാലമായിട്ട് സാധാരണ ഒരു വ്യക്തിക്ക് കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് വിഗ്രഹം എങ്ങനെയെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞത്. കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ ചന്ദനം കൊണ്ടോ സ്വർണം കൊണ്ടോ ചിത്രവും ആയാൽ മതി, അല്ലെങ്കിൽ ഹൃദയത്തിലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഉദ്ധവർക്കല്ല ഹൃദയത്തിൽ ചിന്തിച്ചാൽ മതി, വേറെ ബിംബമൊന്നും വേണ്ട. അല്ല ഒരുമാതിരി അതിന്റെ ലെവൽ അത്രയും ഉയർന്നിട്ടില്ലെങ്കിൽ ആ ലെവലിലുള്ളവര് എന്ത് വേണം? ആ ബ്രഹ്മത്തിൽ തന്നെ മനസ്സിനെ കേന്ദ്രീകരിക്കുക. ഒരു ബിംബം ഉണ്ടാക്കിയിട്ട് ആ മനസ്സിൽ, ആ ബിംബത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ, ബ്രഹ്മത്തെ മനസ്സ് കാണാൻ പറ്റില്ല, കാരണം അത് അരൂപിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ അതിലേക്ക് ആവാഹിച്ച് നിർത്തണം. മനസ്സിനെ ആവാഹിച്ചാൽ അതിലേക്ക് കൊണ്ടിടണം. അതായത് ഏതെല്ലാം കൗസ്തുഭവും പിന്നെ സുദർശന ചക്രവും സൂര്യനെയും ചന്ദ്രനെയും എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും അതിൽ കൊണ്ടുപോയിട്ട് നമ്മൾ മനസ്സിൽ അത് സങ്കല്പിക്കണം. ഇതാണ് കൃഷ്ണനാടിയിരിക്കുക. ഏറ്റവും നല്ല കഥാപാത്രമായിട്ട് ചിത്രീകരിച്ച കൃഷ്ണനാണ്. അതുകൊണ്ട് ആ ബിംബത്തില് കൃഷ്ണനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക എപ്പോഴും. അപ്പൊ അവിടെ ഒരു ആശയമാണ് തരുന്നത്. ഈ പ്രളയം വരുമ്പോൾ നിങ്ങൾ ഒന്ന് ബുദ്ധിമാന്മാർക്ക് ചിന്തിക്കാൻ പറ്റും, ഇതെല്ലാം ആ പ്രപഞ്ചം എല്ലാം ആ ബ്രഹ്മമാണ്. ആ ബ്രഹ്മമാണ് ഇതെല്ലാം കളികളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ആ ബ്രഹ്മത്തില് എല്ലാ പ്രപഞ്ചം മുഴുവൻ ആ ബ്രഹ്മത്തിലേക്ക് കാണാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് അതിനെ ശരണം പ്രാപിച്ചിരിക്കാൻ പോവുകയാണ്. അതിനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ എന്നും പറയുന്നുണ്ട്, ഇത് ചണ്ടാളനായാലും സ്ത്രീ ആയാലും ആർക്കും ഈ പൂജയെല്ലാം നടത്താം. എന്നിട്ട് എന്ത് ചെയ്യാം? നിങ്ങളെ കൈമേൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ, പൂവോ രത്നോ അഗ്നിയോ എന്തോ ആയാലും ഈ ദേവനെ അർപ്പിക്കുക. ഇവിടെ എന്തെല്ലാന്ന് പറഞ്ഞെന്ന് വെച്ചാല് ജലം, അഗ്നി, നെയ്യ്, പൂവ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് കുഴക്കട്ട എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. കുഴക്കട്ടെ എന്തായാലും ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രഹ്മം ഈ കാലത്തെ നമുക്ക് തന്ന ഈ വസ്തുക്കളെ എല്ലാം തിരിച്ചെടുക്കാൻ പോവുകയാണ്. പ്രളയത്തിലൂടെ എല്ലാം തിരിച്ചെടുക്കാൻ പോവുകയാണ്. അവിടെ നമ്മളെന്ത് ചെയ്യണം? ഒന്ന് എന്റേതൊന്നും വെക്കണ്ട, അങ്ങ് കൊടുത്തേക്ക്, എന്നാ പിടിച്ചോ, എന്റെ അടുത്തുള്ള എല്ലാം പിടിച്ചോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളെ തന്നെ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ സത്യം മനസ്സിലാക്കുന്നവന് എല്ലാതവന് പറ്റൂല. എല്ലാതവൻ വീട്ടിന് തീപ്പി കുളിപ്പിക്കുമ്പോ പിടിക്കുന്ന സമയത്ത് ഏതോ സിനിമയിൽ കണ്ട മാതിരി കൊച്ചിനെ എടുക്കാതെ TV എല്ലാം എടുത്ത് ഓടുന്ന മാതിരിയില്ല. അങ്ങനത്തെ മനുഷ്യരാണിത്. അവരുടെ കാര്യമല്ല പറയുന്നത്. ബ്രഹ്മരഹസ്യം മനസ്സിലാക്കിയ ശാസ്ത്രലോകം ഇതെല്ലാം പോകാൻ പോവുകയാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്കൊന്നും വേണ്ട, ഇതെല്ലാം പിടിച്ചോ,
നീ എടുത്തുകൊണ്ട് പോകാൻ പോവുകയില്ല. അതിനു മുമ്പേ ഞാനിതാ തന്നിരിക്കുന്നത്, എന്നെയും കൂടി അങ്ങോട്ട് തന്നിരിക്കുന്നത്. എന്നിട്ട് എന്ത് പറയണം? ഒരു സമുദ്രത്തിലെ മുതല പിടിക്കാൻ വരുമ്പോൾ, സമുദ്രം തന്നെയാ കയറാൻ പോകുന്നത്, മുതല പിടിക്കാൻ വരുമ്പോൾ ഭയന്നിട്ട് നമ്മൾ നിലവിളിക്കൂലേ, എന്ത്, എന്നെ രക്ഷിക്കണേ, ആ പറയുന്ന മാതിരി ഞാനിതാ രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുകയാണ്. ഇതാണ് പറയുന്നത്. എന്നിട്ട് എന്തും വേണം? ആ അവസ്ഥയിൽ എത്തുന്നതിനെക്കാട്ടി മുമ്പിൽ അങ്ങനെയുള്ള ഒരു ചിന്താഗതി വരണ്ടിക്കിൽ ചില ലക്ഷണങ്ങളും അവിടെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം ബ്രഹ്മമായിട്ട് കാണാൻ പറ്റുന്ന ഒരവസ്ഥ വരുമ്പോൾ എന്ത് പറ്റും? നമ്മൾ മൂത്രവും മലവും എല്ലാം പോയാലും നമ്മൾ അറിയാൻ പോകുന്നില്ല എന്ന് പറയണം. അങ്ങനത്തെ മനസ്സായിട്ട് തന്നെ വിശ്വസിച്ചിരുന്നോളണം. ഏതുപോലെ എന്നാൽ അത് തന്നെയാണ് ബ്രഹ്മസാക്ഷാത്കാരം. പണ്ട് പറഞ്ഞ സന്യാസിയാകുന്ന എല്ലാം വിരക്തി വന്നിട്ട് എനിക്ക് ബ്രഹ്മം മതി, ഇതിലൊന്നും താല്പര്യമില്ല എന്ന് വെച്ച് പോകുന്ന ആൾക്കാരുണ്ട്. എല്ലാം വിരക്തി വന്ന് അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെ ഒരു ഓപ്പറേഷൻ സമയത്ത് ഇഞ്ചക്ട് ചെയ്ത് നിർവീര്യമാക്കും. എന്നിട്ട് നമ്മളെ കയ്യും കാലും തലയും ഒന്നും പറ്റിയാൽ നമ്മൾ അറിയാൻ പോകുന്നില്ല. അതുപോലെ യോഗാസനങ്ങളുടെയും വിരക്തി വന്നവരെന്ത് ചെയ്യും? സ്വയം നമ്മളെ ശരീരത്തെ എല്ലാം തളർത്തിയിട്ട് ഒന്നിനും താല്പര്യമില്ലാതെയായ അവസാനം എന്താവും? ബ്രഹ്മത്തിൽ പോയി ലയിക്കും. അങ്ങനെ ലയിച്ചവരാകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പിന്നെ ഈ പ്രളയത്തെ അതിജീവിക്കാം. അതായത് സന്യാസിമാർക്ക് എന്തില്ല, ഒരു പ്രശ്നമില്ല എന്ന് പറയാണ്. ശരിയായ സന്യാസിമാർക്ക്, നമ്മൾ കാണുന്ന സന്യാസിയല്ല, ഉടുതുണി അടക്കം എല്ലാം ആരുമായിട്ട് സംസാരിക്കാതെ എവിടെയോ പോയി വരുന്നവര്, അവരെന്താവും? പ്രളയം വന്നാൽ അവർക്കൊരു പ്രശ്നവുമില്ല. ആ തരത്തിലാകാൻ വേണ്ടിയുള്ള ആ ബ്രഹ്മതത്വവും കൂടി, ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ അവസ്ഥയും കൂടി ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെയുള്ള പാർട്ടി, അങ്ങനെ ആകാൻ പറ്റുന്ന ഒരു കക്ഷിയാണ് ആര്? ഉദ്ധവര്. അപ്പൊ അവർക്കെന്ത് പറ്റും? ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയി ലയിക്കാൻ പറ്റും. എല്ലാതവരെന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇങ്ങനെ പോയി കഴിഞ്ഞാലും എന്ത് പറ്റുമെന്ന് വെച്ചാൽ പിന്നെയും തീട്ടയിലും തിന്നല് ജീവിക്കുന്ന പുഴുക്കളായിട്ട് പിന്നെയും ജനിക്കേണ്ടി വരും എന്ന് പറയുകയാണ്. ഈ പ്രളയം കഴിഞ്ഞിട്ട് നശിച്ചാലും വേറെ അടുത്ത് പോയി ജനിക്കേണ്ടി വരും. പ്രളയം ഒരു ദേശത്ത് മാത്രമാണല്ലോ, വേറെ അടുത്തും പോയി ജനിക്കാമല്ലോ. എല്ലാത്തവർക്കും അപ്പൊ ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ ആൾക്കാരുടെ കാര്യം ഇവിടെ ആദ്യം ഒന്ന് എടുത്തു പറഞ്ഞു. അതിലൂടെ ആ ശാസ്ത്രത്വവും പറയുകയാണ്. അപ്പോൾ ഇവിടെ പ്രതിമ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഏതെങ്കിലും ഒരു മനസ്സിനെ ഒന്ന് കേന്ദ്രീകരിച്ച്, ആ ശക്തിയിൽ കേന്ദ്രീകരിച്ചിട്ടുകൊണ്ട് പ്രളയം കൊണ്ടുപോട്ട് ധീരമായിട്ട് നേരിടുക. അപ്പൊ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആ അവസ്ഥയിൽ എത്തണ്ടെങ്കിൽ ഏതൊരു ചണ്ടാളനും ഒരു പട്ടിയോ പൂച്ചയോ മുമ്പിൽ വരികയാണെങ്കിൽ കൃഷ്ണ എന്നും പറഞ്ഞുകൊണ്ട് തറയിൽ വീണിട്ട് നമസ്കരിച്ചോളണം. ചണ്ടാളനായാലും വേണ്ടിയില്ല, സ്ത്രീ ആയാലും വേണ്ടിയില്ല, ആര് വന്നു കഴിഞ്ഞാലും തറയിൽ വീണിട്ട് കൃഷ്ണ. കാരണം ഇതിനെല്ലാം നമ്മൾക്ക് കൃഷ്ണ എന്ന് കാണാൻ പറ്റുമെങ്കിൽ മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന അവസ്ഥയിലെത്തൂ. ഈ പ്രളയത്തിൽ നിന്നും അത് മറികടക്കാൻ പറ്റുകയുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ പ്രതിമേന്റെ കാലും പിടിച്ച് തല കാലിനോട് തൊട്ടുകൊണ്ട് അങ്ങ് സാഷ്ടാംഗം അതിലേക്കൊക്കെ അങ്ങ് ലയിക്കാൻ നോക്കണം. അപ്പൊ എന്ത് പറ്റും? ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് അവിടെ പോയി ബദ്രികാശ്രമത്തിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ രക്ഷപ്പെടാം. എല്ലാത്തവര് ആ സ്റ്റേജ് എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ പുനർജനിക്കേണ്ടി വരും. അവരുടെ ആഗ്രഹമൊന്നും ഇല്ലെങ്കിൽ നല്ല അത്തരത്തിൽ ബ്രഹ്മസാക്ഷാത്കാരം, അല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ ഗുണദോഷങ്ങളനുസരിച്ച് പിന്നെയും ജനിക്കേണ്ടി വരും. അതോടുകൂടി പ്രളയത്തില് അവരുടെ കാര്യം കഴിഞ്ഞു. അതിവിടെ പറഞ്ഞു പറ്റും. ഇപ്പം ബിംബത്തെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനാണ് പറയുന്നത്. ഏതുപോലെ? അപ്പൊ ഒരു വിശ്വാസം, ഇവിടെ ബിംബത്തെ എന്തിനാ ഉദ്ദേശിച്ചത്? മരിക്കാൻ പോകുമ്പോഴൊരു വിശ്വാസം, ഏതിനെങ്കിലും ഒരു ആശയം വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയപ്പോ പ്രളയം, ഇവിടെയെല്ലാം പ്രളയം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രളയം വരുമ്പോൾ ചില യുക്തിവാദികൾ എന്താ ചെയ്യുക? പ്രളയം വരുമ്പോൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ എന്ത് ചെയ്യും? അടുത്തുള്ള ചിലപ്പോൾ കുരിശാണെങ്കിൽ കുരിശ് കയറി പിടിക്കും. കൃഷ്ണന്റെ പ്രതിമയാണെങ്കിൽ കൃഷ്ണൻ, അതുവരെ അതൊന്നും തൊടൂല്ല, കുറ്റം പറയുക. പക്ഷെ ഈ സമയത്ത് കയറി പിടിക്കും. കാരണം വെള്ളത്തിന്റെ അകത്ത് ഈ കുരിശും ബിംബവും മുങ്ങിപ്പോയാലും ഇവര് പിടിവിടില്ല. അതാണ് ഒരവസ്ഥ. കാരണം മനുഷ്യന് എന്തൊക്കെ ഒരു ആശയം, വെള്ളത്തിന്റെ അകത്ത് ആ കല്ല് മുങ്ങി, എന്നാലും നമ്മൾ പിടിവിടില്ല. കാരണം അവിടെ പിന്നെ പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, എന്നാലും ആ പിടി വിടൂല്ല. എന്തുകൊണ്ടാണ്? എന്നാലും ആ കല്ലിലാണ് ഒരു വിശ്വാസം. അതുമാതിരി നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഈ കല്ലിൽ നിങ്ങൾ ഈ പ്രപഞ്ചം മുഴുവൻ കാണാണോ പറഞ്ഞ ആ ശക്തിനെ നിങ്ങൾ വിശ്വസിച്ച് പിടിച്ചു നിന്നോളുക. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ സമയത്ത് ലോകം മുഴുവനുള്ള എന്താണോ ആ ശക്തിയെ, ആ ബ്രഹ്മമാണ് ആയത്, ആ ബ്രഹ്മത്തെ തന്നെ ശരണം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ നേരിടുക. വേറെ വഴിയൊന്നുമില്ല.
അതിന് മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു ബിംബത്തിന്റെ ഉണ്ടാക്കി വെച്ചോളൂ എന്ന് പറഞ്ഞാൽ, അല്ലാതെ ബിംബാരാധന അതിന് മുമ്പിലുള്ള പറയുന്ന ബിംബാരാധനയല്ല. ഈ സമയമേ പറഞ്ഞിട്ടുള്ളൂ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കിട്ടുന്നേ പിടിക്കുക. നേരെ മറിച്ച് നേരത്തെ യുക്തിവാദികളെ പറഞ്ഞു. എന്നാൽ വിശ്വാസികൾ എന്താ ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണല്ലോ. വെള്ളം മുങ്ങുമ്പോൾ കെട്ടിടത്തിന്റെ താഴത്താണ് പൂജാമുറിയും എല്ലാം ഉണ്ടാവുക. നമ്മൾ പൂജിക്കുന്ന ഏത് ദേവനായാലും ഉണ്ടാവുക. വെള്ളം വരുമ്പോൾ അതെല്ലാം ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. എവിടെ? കെട്ടിടത്തിന്റെ മുകളിൽ. ഇതിലൊന്നും നോക്കിയില്ല. ഇന്നും നമ്മൾ നോക്കിയാൽ കൊറോണ വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ദൈവങ്ങളെല്ലാം അടച്ചു കൂട്ടിയിട്ടിട്ട് നമ്മൾ മുറിയിൽ, നമ്മൾ അവരവരുടെ മുറിയിൽ അങ്ങ് ഒറ്റക്കിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഇവിടെ ഒരാശയമാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ആ ബ്രഹ്മത്തെ മാത്രമേ, ബ്രഹ്മം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ആ ബ്രഹ്മത്തെ എന്താണോ ബ്രഹ്മം ചെയ്യാൻ പോകുന്നത് അതിൽ നിന്ന് നമുക്ക് മോചനമൊന്നുമില്ല. പിന്നെ എന്താ ഉള്ളത് ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ തന്നെ ശരണം പ്രാപിക്കുക. ആ ബ്രഹ്മത്തെ നമ്മൾ ശരിക്ക് കാണാൻ പറ്റൂല്ലെങ്കിൽ ആ അവസരത്തിൽ എന്തായിട്ടെങ്കിലും കാണുക, ഒരു ബിംബമായിട്ടെങ്കിലും കാണാൻ ശ്രമിക്കുക. പക്ഷെ അതിലെല്ലാത്തിലും കാണാം. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ചണ്ടാളനോ ഒരു പട്ടിയോ ആര് വന്നു കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സ്റ്റാർട്ട്. അതായത് നമ്മൾ ആ മനസ്ഥിതിയിൽ നിന്ന് കഴിഞ്ഞാൽ അതിനെ ശരണം പ്രാപിക്കും. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ബിംബത്തെ ആരാധിച്ചിട്ട് ഇവിടെ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. അപ്പൊ ഉദ്ധവൻ എന്ത് ചെയ്തു? അതേപോലെ ചെയ്യുന്നു. ഉദ്ധവൻ അത് കേട്ടപ്പാട് നേരെ ബദ്രികാശ്രമത്തിൽ പോകുന്നു. അവിടെ വെച്ചിട്ട് അതേപോലെ ചെയ്തിട്ട് ശ്രീഹരിയിൽ പോയി ലയിച്ചു എന്ന് പറയുകയാണ്. പിന്നെ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? നേരെ യാദവരെടുത്ത് വരുന്നു. ദ്വാരകയിൽ യാദവരുണ്ടല്ലോ, യാദവരെടുത്ത് വന്നിട്ട് പറയാണ്, ഞാൻ കുറെ ഇവിടെ കുറെ നിമിത്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദ്വാരക ഇപ്പം മുങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ഉടനെ ഇവിടുന്ന് രക്ഷപ്പെട്ടോളണം. ഏത് നമ്മളെ ഗവൺമെന്റ് പറയുന്നത് തന്നെയാണ്, വെള്ളം കയറാൻ പോകുന്നത് രക്ഷപ്പെട്ടോ എന്ന് പറയുന്നവർ തന്നെ പറയുകയാണ്, നിങ്ങൾ രക്ഷപ്പെടും. സാധാരണ ജനങ്ങൾക്ക് അതേ പറയാൻ പറ്റും. നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുക. ദുർനിമിത്തങ്ങൾ കാണുന്നു. അപ്പം നമ്മൾ ഒരു കാലഘട്ടത്തിൽ ചില ദുർനിമിത്തങ്ങൾ കാണുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, കാലം എന്ത് ചെയ്യാൻ പോവുകയാണ്? മാറ്റിമറിക്കാൻ പോവുകയാണ്. അപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. മഹാഭാരത യുദ്ധം എന്ന് പറഞ്ഞാൽ 3-ാം ലോക മഹായുദ്ധം. ഈ ചൂതുകളിക്കെതിരായിട്ട്, ആരാ ചൂതുകളി നടത്തുന്നതെന്നൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ചൂതുകളിക്കെതിരായിട്ടാണ് നീങ്ങാൻ പോകുന്നത്. ആ ചൂതുകളിയെക്കാരെയെല്ലാം അടിച്ച്, മുതലാളിത്ത വ്യവസ്ഥിതി തന്നെയാണ് പറയുന്നത്, അടിച്ചു മാറ്റിയിട്ട് വസുദേവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ഉച്ചനീതത്വമില്ലാതെ ജാതിയൊന്നുമില്ലാതെ താമസിപ്പിക്കുന്ന ഒരു ലോകത്തിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത്. ആ സമയത്ത് എന്ത് പറ്റും? ദുർനിമിത്തങ്ങൾ കാണും. നമ്മളിപ്പം കാണുന്ന ദുർനിമിത്തങ്ങൾ, പ്രളയം കാണുന്നുണ്ട്, കൊറോണ കാണുന്നുണ്ട്, എന്തുണ്ട്, ഇനിയും വെള്ളം കയറുമോ എന്നുള്ള ഭയത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഏതിനാണ് ആഘാതം ഉണ്ടാക്കുന്നത്? കൊളോണിയൽ മുതലാളിത്ത ചൂതുകളി വ്യവസ്ഥിതിക്കാണ് ആഘാതം ഉണ്ടാക്കുന്നത്. അപ്പം അതിന് എതിരായി ആരെല്ലാം നിൽക്കുന്നുണ്ടല്ലോ അതിനെല്ലാം തട്ടി നീക്കിക്കൊണ്ട് കാലം എന്ത് ചെയ്യും? ഈ വസുദേവ കുടുംബത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അതാണ് ദുർനിമിത്തം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇവിടെ പക്ഷെ ദുർനിമിത്തം ഏതിന്റെയാണ്? പ്രളയത്തിന്റെയാണ്. ആ പ്രളയത്തിന് മുമ്പിലും എന്ത് കാണും? നമ്മൾ ഇത്തരം ദൂഷ്യവശങ്ങൾ, ചില അസ്വാഭാവികമായ ഇതുവരെ കാണാത്ത ചില സംഭവ വികാസങ്ങളെല്ലാം കാണും. ഇത് പക്ഷെ പ്രളയമല്ല. എന്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാം? കാരണം നമ്മൾ ഏതിലെത്തിയില്ല? വസുദേവ കുടുംബത്തിൽ, എല്ലാവരും ഒരു കുടുംബത്തിൽ അംഗത്തെ പോലെ ജീവിക്കുന്ന ഒരു വ്യവസ്ഥിതിയിൽ നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. നമ്മൾ ഈ ചൂതുകളിയുടെ വ്യവസ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ ഇതിലാണ് മഹാഭാരത യുദ്ധം അന്ന് കണ്ട ദുർനിമിത്തം. അത് കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്? പ്രളയം വരുന്നത്. അപ്പോൾ ഇവരെല്ലാം എന്ത് ചെയ്തു? ഇവരോടെല്ലാം എന്ത് പറയുന്നു? പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകാൻ പറയുന്നു. അപ്പൊ ഇവരെല്ലാം കൂടിയിട്ട് പ്രഭാസ തീർത്ഥത്തിലേക്ക് ഒരു ബോട്ട് കയറിയിട്ട് പോകും. ബോട്ട് എന്നല്ല, രഥം എന്നാ പറഞ്ഞത്. സമുദ്രമെല്ലാം കടന്ന് അവിടെ പോയിട്ട് അവിടെ വെച്ചിട്ട് അവരോട് എന്തും പറയുന്നു? മദ്യം കഴിച്ചോളാൻ. അതായത് നമ്മളെ ആ പ്രളയം നടക്കുമ്പോൾ ഇവർക്കെല്ലാം സാധാരണ ഇനത്തിന് എന്തേ പറ്റൂ? മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ബോധം നശിക്കും, ബുദ്ധി നശിക്കും. ബുദ്ധി നശിക്കുമ്പോൾ എന്ത് പറ്റും? തമ്മിൽ കണ്ട ഒലക്കയെല്ലാം എടുത്ത് തമ്മില് ബുദ്ധി നശിക്കുമ്പോഴുള്ള സംഭവം ഇവിടെ വിരിക്കുകയാണ്. അവരവര് തമ്മിൽ. അപ്പൊ നേരത്തെ ശാപത്തിലൊന്ന് പറഞ്ഞിരുന്നല്ലോ, ദർഭപുല്ല് കൊണ്ട് വെട്ടി മരിക്കുന്നു. അങ്ങനെ അവരെല്ലാം സ്വയം വെട്ടി
മരിക്കുകയാണ്. മരിച്ചതിന്റെ ശേഷം അപ്പൊ ഇവന്മാരും എല്ലാം കൃഷ്ണൻ പറയുകയാണ് ഭൂമിന്റെ ഭാരമെല്ലാം ഏകദേശം തീർന്നു കഴിഞ്ഞു. ഇനിയും കുറച്ച് പേരുണ്ട്, ദ്വാരകയിൽ കുറച്ച് പേരുണ്ട്, അവരുടെ കാര്യം കൂടി കൃഷ്ണന് നോക്കാനുണ്ട്. അപ്പം ബലരാമൻ എന്ത് ചെയ്തു? ഇതെല്ലാം കണ്ടതിന്റെ ശേഷം ബലരാമൻ എന്ത് ചെയ്തു? സ്വയം ബ്രഹ്മത്തിൽ പോയെല്ലാം അങ്ങ് ലയിച്ചു. ബലരാമൻ എന്താണ്? ഈ കാലഘട്ടത്തിന് മുമ്പിലുള്ള കാലഘട്ടത്തിന്റെയാണ് തുടക്കം. കൃഷ്ണൻ വരുന്നതിന് മുമ്പിലുള്ള കാലഘട്ടത്തിന്റെ ആണ് ബലരാമൻ എന്ന് പറയുന്നത്. അപ്പൊ ആ കാലം പോയി കഴിഞ്ഞു. ഇനിയിപ്പം കൃഷ്ണന്റെ കാലാണ് തീരേണ്ടത്. അപ്പം ബലരാമനും പോയി. ഇനിയിപ്പം പറയേണ്ടത് ഏതാണ്? കൃഷ്ണന്റെയും പിന്നെ ദ്വാരകയില് കുറെ പേര് ഇരിക്കുന്നുണ്ട്. ഇവരുടെയെല്ലാം ബന്ധുക്കളും ഭാര്യമാരും കുട്ടികളും എല്ലാം. അതെല്ലാം അടുത്തതില് കാണാം.